ഇനി നമുക്ക് 10-12 വർഷം മുമ്പത്തെ UDF സർക്കാരിന്റെ സ്കൂളുകളുടെ അവസ്ഥ നോക്കാം. സർക്കാർ സ്കൂൾ എങ്ങനെയൊക്കെ ആകരുതെന്ന് മനസ്സിലാക്കാൻ ചവറ കൊറ്റൻകുളങ്ങര സ്കൂളിൽ എത്തിയാൽ മതി. മഴ പെയ്താൽ ഒറ്റ വെള്ളം പുറത്തു മൊത്തം വെള്ളം ആകത്ത് ഞങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ പോലും പറ്റത്തില്ല. 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാർ ഭരണകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടന്നുവെങ്കിലും അത് സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ച വലിയ ദൗത്യത്തിന്റെ ഭാവത്തിലായിരുന്നില്ല. നിരവധി സർക്കാർ വിദ്യാലയങ്ങൾ പഴക്കമേറിയ കെട്ടിടങ്ങളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ സൗകര്യം പരിമിതമായിരുന്നു. ഇവിടെ കുടിക്കാനൊന്നും വെള്ളമില്ല, പിന്നെ ക്ലാസ് മൊത്തം വെള്ളമാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ 2 സ്ട്രൈക്ക് നടത്തി. PTA പ്രസിഡന്റെല്ലാം പറഞ്ഞു, സാറ് പറഞ്ഞു വേണമെങ്കിൽ പഠിച്ചാൽ മതിയെന്ന്. PTA പ്രസിഡന്റ്. വ്യാപകമായ മോഡേണൈസേഷൻ തരംഗം സംസ്ഥാനത്തുണ്ടായിരുന്നില്ല. ഒരുപാട് സ്കൂളുകളിൽ ആധുനിക ശുചിത്വ സൗകര്യങ്ങളും ടോയ്ലറ്റുകളും പര്യാപ്തമായിരുന്നു. മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും അവ ഘട്ടം ഘട്ടമായി വളരെ പതിയെ മുന്നേറുന്നതായിരുന്നു. സമഗ്രമായൊരു വിപ്ലവകരമായ പരിവർത്തനമായ രൂപം കൊണ്ടില്ല. സർക്കാർ സ്കൂളുകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ശുചിത്വമില്ലാതെയെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. ഈ 2013 വാർത്തയിൽ പറയുന്നതനുസരിച്ച് ആ കാലഘട്ടത്തിൽ നിരവധി സ്കൂളുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ടോയ്ലറ്റ് ഒരുക്കാത്തതായി പരിശോധനയിൽ കണ്ടെത്തി എന്നാണ്. പല സർക്കാർ സ്കൂളുകളിലും ചെള്ള് കലർന്ന അരിയും പഴകിയ പച്ചക്കറികളും ഉപയോഗിച്ചാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. പാചകപ്പുരകളിൽ ശുചിത്വമില്ലാത്ത അവസ്ഥ നിലനിന്നിരുന്നു. വാട്ടർ ടാങ്കുകൾ ശുചീകരിച്ചിരുന്നില്ല. ടോയ്ലറ്റ് യാതൊരു വൃത്തിയുമില്ലാത്ത നിലയിലായിരുന്നു. നഗരപരിധിയിലുള്ള ചില സ്കൂളുകളിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട അവസ്ഥയും കണ്ടെത്തി. ഓണപരീക്ഷയ്ക്ക് പോലും കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ കിട്ടാത്ത അവസ്ഥയായിരുന്നു കേരളത്തിൽ. പാഠപുസ്തകങ്ങളുടെ വിതരണത്തിൽ ഇന്ത്യയിൽ തന്നെ കേരളം ഏറ്റവും പിന്നിലായി. 2013-2014 DIAC റിപ്പോർട്ട് പ്രകാരം 70.72% സ്കൂളുകളിലേക്കും പാഠപുസ്തകങ്ങൾ എത്തിയില്ല. ഇതൊക്കെ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തകളാണ്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെയും കുറ്റപ്പെടുത്തി. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുമ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് കൈവീശി നിൽക്കുന്ന മന്ത്രിമാരെയാണ് ജനങ്ങൾ കണ്ടിരുന്നത്. ഇതായിരുന്നു UDF ഭരണകാലത്തെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ. ഇനി 2016 അടച്ചുപൂട്ടാനിരുന്ന സ്കൂളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. ഇങ്ങനെയിരുന്ന ക്ലാസ് റൂമുകളിൽ നിന്ന് ഇപ്പം കേരളയുടെ സ്കൂളുകളിൽ ന്യൂ ഹൈടെക് ക്ലാസ് റൂമുകളായി. ചോർന്നൊലിക്കുന്ന കാട് പിടിച്ച സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്നും പാമ്പും ഇഴജന്തുക്കളും ഉണ്ടായിരുന്ന സ്കൂൾ ബ്ലോക്കുകളിൽ നിന്നും മൾട്ടി സ്റ്റോറി അക്കാഡമിക് ബ്ലോക്സും ആൻഡ് സെവറൽ ഗവൺമെൻറ് സ്കൂൾസ് അപ്ഗ്രേഡഡ് ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മോഡൽ സ്കൂൾസ്. ഡിജിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ശക്തമായി. അതുപോലെ തന്നെ ലൈബ്രറി ഫെസിലിറ്റീസും മോഡേൺ സയൻസ് ലാബുകൾ ആദ്യമായി കേരള സർക്കാർ സ്കൂളുകളിലുണ്ടായി. 2021 കേരള പ്ലാനിംഗ് ബോർഡ് റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഏകദേശം 13,980 സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കിയിരുന്നു. 2016 വരെ ഉണ്ടായിരുന്ന മോശം ടോയ്ലറ്റുകളിന് പകരമായി മോഡേൺ ടോയ്ലറ്റുകൾ നിലവിൽ വന്നു. സ്കൂളുകളിൽ ശുദ്ധമായ കുടിവെള്ളം സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറി കേരളം. അംഗനവാടിയിൽ എന്തോ വേണ്ടേ? പിന്നെ കേരളത്തിലെ മിഡ് ഡേ മീൽസ് പദ്ധതി നാഷണൽ ലെവൽ മീഡിയ അറ്റൻഷനിൽ എത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എഗ് ബിരിയാണി, പുലാവ്, മിൽക്ക് ആൻഡ് എഗ്സ് 3 days a week. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ 2011 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന UDF ഉമ്മൻചാണ്ടി സർക്കാരിന് കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരണമായിരുന്നു എന്നതാണ്. അതിനായി കേരളത്തിനായി എന്തും സാധിച്ചെടുക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ എളുപ്പമായിരുന്നു.